നമസ്കാരം, എല്ലാവർക്കും ബിറ്റ് സ്റ്റോപ്പ് കാർ റിവ്യൂവിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഹ്യുണ്ടായിൻ്റെ ക്രെറ്റ 2021 എഡിഷനാണ്. സോ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ ഹ്യുണ്ടായി ക്രെറ്റയെ കുറിച്ച് സംസാരിക്കുമ്പോൾ 2014 ഹ്യുണ്ടായി ക്രെറ്റയുടെ ഫസ്റ്റ് ജനറേഷൻ ലോഞ്ച് ചെയ്യുന്നത്. ഇത് സെക്കൻഡ് ജനറേഷനാണ്. 2019 അതിൻ്റെ കോൺസെപ്റ്റ് ഇറക്കി 2020 ആയപ്പോൾ ലോഞ്ച് ചെയ്ത വണ്ടിയാണ് ഹ്യുണ്ടായി ക്രെറ്റയുടെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇത് 2022 പുതിയൊരു ട്രാൻസ്മിഷൻ, അതായത് IMT ട്രാൻസ്മിഷൻ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് ടോട്ടലായിട്ട് ഇപ്പോൾ ഉള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് CVT, DCT, ടോ കൺവേർട്ടർ, പിന്നെ IMT ട്രാൻസ്മിഷനാണ്. ഇതിന് ടോട്ടലായിട്ടുള്ള ഗിയർ ഡ്രൈവ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഡിസൈനിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇത് പ്രീ ഫേസ് ലിഫ്റ്റാണ് സെക്കൻഡ് ജനറേഷൻ്റെ. ഇതിന് ശേഷം ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. ആ വണ്ടിക്ക് ഫ്രണ്ടിലെ എല്ലാ എലമെൻറ്റ്സും വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രില്ലാണെങ്കിലും ഹെഡ്ലൈറ്റ്സ് ആണെങ്കിലും എല്ലാ പാർട്സും അതിൻ്റെ ഫേസ് ലിഫ്റ്റിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നോക്കുമ്പോൾ വലിയൊരു ഹെഡ് ലാമ്പ്സ് കാണാം താഴെ. പിന്നെ താഴെയായിട്ട് ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പ്ലേസ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് DR-ലാണ്. ഇവിടെ ഇൻഡിക്കേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വലിയൊരു ഗ്രില്ല് കൊടുത്ത് കാണാൻ പറ്റും. ഹ്യുണ്ടായിൻ്റെ ലോഗോ കൊടുത്ത് കാണാൻ പറ്റും. ഇത് ക്രോം ഫിനിഷിലാണ് ഗ്രില്ലും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. താഴത്തേക്ക് വരുമ്പം സ്കിഡ് പ്ലേറ്റ് കൊടുത്ത് കാണാൻ പറ്റും. ഇത് ഫേസ് ലിഫ്റ്റ് വണ്ടി ഇറങ്ങിയപ്പോൾ ശരിക്കും ഫ്രണ്ടിലുള്ള എല്ലാ സംഭവവും മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള ഡിസൈനായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ഇവിടെ പഠിച്ചിട്ട് ഒരു ജോലിയും കിട്ടാത്ത ചങ്ക് പുറത്ത് പോയിട്ട് ബിടെക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 25,000 രൂപയ്ക്ക് ബാംഗ്ലൂരിൽ പണിയെടുക്കുന്ന പോലെയാണ്. പുറമേ നോക്കുമ്പോൾ നമുക്ക് മാറിയതായിട്ടൊക്കെ തോന്നാം, പക്ഷേ അകമേ നോക്കുമ്പോൾ ശരിക്കും പഴയ ആൾ തന്നെയാണ്. പിന്നെ സെയിം എൻജിൻ തന്നെയാണ് വരുന്നത്. 1.5 ലിറ്റർ പെട്രോൾ എൻജിൻ, 1.5 ലിറ്റർ ഡീസൽ എൻജിൻ, പിന്നെ 1.4 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എൻജിൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ 3 എൻജിൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്ത സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഫേസ് ലിഫ്റ്റ് വണ്ടിക്ക് 17 ഇഞ്ചാണ്. ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ്, അതായത് ഈ വണ്ടിക്കും 17 ഇഞ്ചാണ് വരുന്നത്. ഇത് ടോപ്പ് എൻഡ് മോഡൽ അല്ലാത്തതുകൊണ്ടാണ് 16 ഇഞ്ച് വീൽസ് വരുന്നത്. പിന്നെ ഫേസ് ലിഫ്റ്റിന് അലോവീലിൻ്റെ ഡിസൈൻ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. സംഭവം എല്ലാം സെയിം ആണ്. അതായത് അലോവീലിൻ്റെ സൈസൊക്കെ സെയിം ആണ്, പക്ഷേ ഡിസൈൻ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അടുത്ത സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല മസ്കുലർ ആയിട്ടുള്ള ഒരു വലിയ വണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം സൈഡ് യൂമറസിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമുക്ക് G ഫോളോ അല്ലെങ്കിൽ പാസീവ് കൺട്രോൾ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അടുത്ത ബാക്കിലേക്ക് വരുമ്പം റിയർ ഡോർ ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ക്യാബിനാണ്. ഇതിൽ നമുക്ക് സെൻട്രൽ ആംബ്രസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം ഇത് ടോപ്പ് എൻഡ് മോഡൽ അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ടോപ്പ് എൻഡ് മോഡലിന് എയർ പ്യൂരിഫയർ ബാക്കിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ആ ഒരു സെൻറ്റർ കൺസോൾ കുറച്ചുകൂടി വലുതായിരിക്കും ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് 3 പേർക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇതിന് പിന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും, കാരണം ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ കൺസോൾ അത്ര ബാക്കിലേക്കായിട്ടല്ല ഇരിക്കുന്നത്. അടുത്തത് വണ്ടികൾ കയറിയിരിക്കാം. ഓക്കെ, വണ്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെഡ് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ വിൻഡോ ലൈൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈ ആയിട്ടാണുള്ളത്. എന്നാലും എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം വലിയൊരു വ്യൂ, ഇങ്ങനെ ഒരു വ്യൂ ആണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ബാക്കിൽ ഈ സി പില്ലർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുതാണ്, പക്ഷേ അത് വലിയ ബ്ലൈൻഡ് സ്പോട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, കാരണം അത്യാവശ്യം നല്ല വ്യൂ ആണ് നമുക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് വലിയ ബ്ലൈൻഡ് സ്പോട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ആയിട്ട് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ലൈറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് കൊടുത്ത് കാണാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റാണ്. പിന്നെ സീറ്റിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ഭയങ്കര ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി മിസ് ചെയ്ത് നമ്മൾ സെൻറ്റർ കൺസോളിൻ്റെ ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തായിട്ടാണ് സ്വിച്ചസിനൊക്കെ ക്വാളിറ്റി കുറഞ്ഞത്. അതിൻ്റെ ഫേസ് ലിഫ്റ്റിനാണെങ്കിലും ഇതിൻ്റെ അത്രയും കൂടി ക്വാളിറ്റി ഇല്ല എന്നാണ് പറയാനായിട്ട്. അല്ലാണ്ട് സീറ്റിൻ്റെ സ്റ്റിച്ചസ് ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഫുൾ ഓപ്ഷൻ മോഡലിലേക്കാണ് തോന്നുന്നു ചാർജിങ് ഓപ്ഷൻ വരുന്നത്. പിന്നെ ചെറിയൊരു ഹമ്പിൻ്റെ പ്ലേസ്മെൻറ്റ് ഇവിടെ കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ ഡോ പോക്കറ്റ്സിൽ നമുക്ക് 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ബാക്കിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതൊക്കെയാണ് ബാക്ക് സീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഹെഡ് റെസ്റ്റിൻ്റെ ഹൈറ്റ് നമുക്ക് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരൈമയായിട്ട് എനിക്ക് തോന്നി. സോ അതൊക്കെയാണ് ബാക്ക് സീറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അടുത്ത നമുക്ക് ഞാൻ ഇതിൻ്റെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് ബൂട്ട് സ്പേസ് കാണിച്ചു തരാം. ഓക്കെ, ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത്രത്തോളമാണ് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് വണ്ടിക്കും ഇതേ സെയിം സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെയർ ടയർ കാണാൻ പറ്റും. ഇത് സെയിം സൈസാണ്. ഇതിൻ്റെ പുതിയ മോഡൽ വണ്ടിക്ക് സ്പേസ് സേവറാണ്, അതായത് കുറച്ചുകൂടി സൈസ് കുറഞ്ഞ വീലായിരിക്കും ഉണ്ടാവുക. സോ അടുത്ത് ബമ്പർ താഴത്തേക്ക് പോകുമ്പോൾ സ്കിഡ് പ്ലേസും കാര്യങ്ങളെല്ലാം കൊടുത്ത് കാണാൻ പറ്റും. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഡമ്മി ആയിട്ടാണ്, എയറൊന്നും കടക്കുന്ന രീതിയിലല്ല കൊടുത്തിട്ടുള്ളത്. പിന്നെ റിഫ്ലക്റ്റേഴ്സും അതുപോലെ തന്നെ ലൈറ്റിൻ്റെയും കൺട്രോളൊക്കെ കൊടുത്ത് കാണാൻ പറ്റും. ഇവിടെ പാർസൽ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു
ബൂട്ട് സ്പേസ് ആണ് ഇതിനുള്ളതെന്നാണ് പറയാനായിട്ട്. സോ അടുത്ത് നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ സീറ്റിലേക്ക് കയറാം. അടുത്ത് ഡ്രൈവർ ഡോറിൻ്റെ സൈഡിൽ കീ ഹോളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് കയറാം. അതിന് ചെറിയ മഴ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഗോപ്രോ അധികം നനയാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. അതിൻ്റെ മുന്നേ ആയിട്ട് ഇവിടെ പവറിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, പവറിൻ്റെ ലോക്ക് കൊടുത്തിട്ടുണ്ട്, സൈഡ് യൂമർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ലെഫ്റ്റ് എന്ന് നീക്കിയിട്ട് നമുക്ക് ഇവിടെ സൈഡ് യൂമർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ബ്ലാക്ക് കൊടുത്തുകൊണ്ട് അത്ര ഒരു ഫിനിഷിങ് എനിക്ക് തോന്നുന്നില്ല. സോ അടുത്ത സ്റ്റിയറിംഗ് വീലിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ ഇവിടെ 2 സ്റ്റീൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിൽ നമുക്കൊരു ഡിജിറ്റൽ കൺസോൾ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹ്യുണ്ടായിനെ പറ്റി അറിയാം, ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ചെറിയ പൈസയുള്ള വണ്ടിക്കാണെങ്കിലും അവർ കൊടുക്കുന്നുണ്ട്. i20 ആണെങ്കിലും ഇതിൽ നമുക്ക് ബ്രൗസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം, സെറ്റിംഗ്സ്, ലൈറ്റ്, ഡോർ, സൗണ്ട്, കൺവീനിയൻസ്, അങ്ങനെ ഒരുപാട് പിന്നെ ഫീച്ചേഴ്സ്, സർവീസ് ഇൻ്റർവൽ, അതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തത് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ വോയിസ് ആക്ടിവേഷൻ വരുന്നുണ്ട്, പിന്നെ നമുക്ക് കോൾ ആക്സെപ്റ്റ് ചെയ്യാം, ഡിക്ലൈൻ ചെയ്യുമ്പോൾ ഹാൻഡ് ഫ്രീ ടെലിഫോൺ വരുന്നുണ്ട്. അടുത്ത ഈ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ടച്ച് സെൻസിറ്റിവിറ്റി ഉള്ള സംഭവമാണെന്നാണ് പറയാനായിട്ട്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ ഇത് രണ്ടും വരുന്നില്ല. അതിപ്പോൾ ഫേസ് ലിഫ്റ്റ് പുതിയ ഇറങ്ങിയ മോഡലാണെങ്കിലും ഇത് രണ്ടും വരുന്നില്ല. പിന്നെ ഇതിന് ഫുൾ ഓപ്ഷൻ മോഡലിൽ നമുക്ക് സൺറൂഫ് കിട്ടും. അത് പാനറോമിക് സൺറൂഫാണ്. ഇവിടെ മുതൽ അവിടെ വരെയുള്ള സൺറൂഫ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് നമുക്ക് തോന്നും. ഇതിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റ് മോഡലിൽ ഇതിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഡിസൈൻ എന്ന് പറയുന്നത് അത് വലിയൊരു ടച്ച് സ്ക്രീൻ, അതായത് 10.25 സംതിങ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് വരുന്നത്. പക്ഷേ അതിനെ കൊണ്ടുവന്ന സ്വിച്ചസിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അത് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം സാധാരണ ഹ്യുണ്ടായിൻ്റെ നിലവാരത്തിൽ നമുക്ക് ആ ഒരു സ്വിച്ചസിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ട് പുതിയ മോഡൽ നമുക്ക് കിട്ടിയിട്ടില്ല, അതായത് ഫേസ് ലിഫ്റ്റിൽ കിട്ടിയില്ല. അടുത്ത് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഗ്ലോബ് ഹൗസ് കാണാൻ പറ്റും, എയർ ബാഗ് നേതി കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഫിനിഷൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രീമിയം, നമ്മൾ ഈ എസ് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന നല്ലൊരു പ്രീമിയം ഒരു വൈറ്റ് ഫിനിഷ് നമുക്ക് ഇതിൽ കാണുന്നുണ്ട്. എസ് ക്ലാസ് ഒന്നല്ല, ചെറിയൊരു രീതിയിൽ ആ ഒരു കമ്പാരിസൺ നടത്തിയതാണ്. അടുത്ത ലെഫ്റ്റ് സൈഡിൽ ടാക്കോമീറ്റർ കാണാൻ പറ്റും, റൈറ്റ് സൈഡിലായിട്ട് സ്പീഡോമീറ്റർ കാണാൻ പറ്റും. ഇവിടെ ഫ്യൂൽ ഗേജ് ആണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ടെമ്പറേച്ചർ മീറ്റർ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് വാർണിംഗ് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ കൺസോളിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് എയർ കണ്ടീഷൻ കൺട്രോൾസും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെയായിട്ട് 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്, നമുക്ക് USB കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും കിട്ടും, അത് ടോക്ക് കൺവേർട്ടർ അല്ലെങ്കിൽ CVT ഒക്കെ ആണെങ്കിലാണ് 6 സ്പീഡ് കിട്ടുക. 7 സ്പീഡ് നമുക്ക് കിട്ടുക DCT-യിലാണ്, ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് നിങ്ങൾക്ക് 7 സ്പീഡ് ട്രാൻസ്മിഷൻ കിട്ടുക. പിന്നെ സ്റ്റിയറിംഗ് വീലിലെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഭയങ്കര ലോക്കായിട്ടിരിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നു റീച്ചും അതുപോലെ തന്നെ റേക്ക് അഡ്ജസ്റ്റ്മെന്റും സ്റ്റിയറിംഗ് വീലിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ അത്യാവശ്യം വലിയൊരു റെയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, സൺവൈസർ ഉണ്ട്, മിറർ ഉണ്ട്, ഹാൻഡിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൺവൈസർ മാത്രം. ഓക്കെ, അടുത്തത് ഈ വണ്ടിയുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഗ്രിപ്പാണ് വരുന്നത്. അത് നമ്മൾ ഹൈവേസിലായാലും അതുപോലെ തന്നെ കോർണറിനായാലും അത്യാവശ്യം നല്ല ഗ്രിപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ DCT ട്രാൻസ്മിഷൻ, അതായത് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വരുന്ന ഗിയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. പക്ഷേ മറ്റ് DCT വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ അത്ര റെസ്പോൺസീവ് അല്ല. പക്ഷേ ഇതിൻ്റെ മറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. പിന്നെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് സൂപ്പർ ലൈറ്റ് ആണ്, അതുകൊണ്ട് ചെറിയ സ്പീഡിൽ സിറ്റിയിലൊക്കെ നമുക്ക് മാനുവർ ചെയ്യാൻ സുഖമായിരിക്കും. പക്ഷേ ഹൈ സ്പീഡിൽ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടില്ല. പിന്നെ ഹൈ സ്പീഡിൽ നമ്മൾ വലിയ രീതിയിൽ ടേൺ ഓൺ ചെയ്യില്ല, എന്നാലും ഒരു കോൺഫിഡൻസ് ലാക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാനുവൽ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്താണ്. 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മൈലേജ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബാറ്ററി ഡിസ്ചാർജ് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, ഞാൻ കീ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇതിന് ഈ വണ്ടിക്ക് ഇല്ല, പക്ഷേ ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡലിന് ഇലക്ട്രിക്കൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ബാക്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കിയ സീറ്റിൻ്റെ അപ്പോളിസ്റ്ററിങ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡലിൽ മാറ്റിയിട്ടുണ്ട്. ഇതിനും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഹ്യുണ്ടായിൻ്റെ പെട്രോൾ വണ്ടിക്കൊന്നും നിങ്ങൾക്ക് മൈലേജ് ഇല്ലെന്ന് പണ്ട് മുതലേ അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിനും അത്ര മൈലേജ് ഇല്ല, പക്ഷേ അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്യാൻ മൈലേജ് നോക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ വൈഡ് ആയിട്ടുള്ള സൈഡ് യൂമറേഴ്സ് ആണ്, അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക്
രണ്ട് സൈഡിലും കിട്ടും. പിന്നെ ഇതിന്റെ ഇൻഗിയർ ആക്സലറേഷൻ ഒക്കെ നല്ലതാണ്. പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള RPM ഇടുന്നതെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഇതിന്റെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഇരുന്ന ബ്രേക്കാണ്. എവിടെ പിടിച്ചാൽ അവിടെ നമ്മൾ വണ്ടി നിൽക്കുന്ന ടൈപ്പുള്ള ബ്രേക്കാണ്. അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഇരുന്ന ബ്രേക്കാണ്. ക്ലച്ച് എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് അത്രയും കൂടെ പവർഫുൾ അല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പവർഫുൾ ആണ്. പിന്നെ ഈ വണ്ടിക്ക് ബോഡി റോളും കാര്യങ്ങളൊന്നും അത്ര ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇത് അത്യാവശ്യം വൈഡ് ആയതുകൊണ്ടായിരിക്കും അത്ര ഒരു ബോഡി റോളും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് ഇല്ലാത്തത്. പിന്നെ സീറ്റിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള സപ്പോർട്ടൊന്നും പ്രതീക്ഷിക്കരുത്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സപ്പോർട്ട് വരുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഹഗിങ് ഒക്കെ സീറ്റിന്റെ ഭാഗത്തുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ കൊള്ളാം, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളെല്ലാം കിട്ടും നമ്മൾ വളയ്ക്കുമ്പോൾ ഒക്കെ ഉള്ള ടൈമിൽ. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു സ്പേസാണ് നമുക്ക് ഈ ഒരു ആംബ്രസ്റ്റിൻ്റെ അടിയിൽ വരുന്നത്. ഈ ആംബ്രസ്റ്റിന് പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്കൊന്നും നീക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡ്രൈവർ സൈഡിൻ്റെ ഭാഗത്തേക്ക് ഹാൻഡ് ബ്രേക്ക് കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ ഇവിടെയും ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെ വെക്കാം. പിന്നെ ഇവിടെ ഗ്രിപ്പ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്സിലേഷൻ കൊടുക്കുമ്പോൾ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നില്ല. സോ അതും ഒരു നല്ലൊരു കാര്യമാണ്. സോ ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ വേർഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കിയ സെൽറ്റോസ് പിന്നെ ഹ്യുണ്ടായി ക്രെറ്റ, എനിക്ക് തോന്നുന്നു ഇത് രണ്ടുമാണ് നിങ്ങൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട വണ്ടി എന്ന് തോന്നുന്നു. കാരണം ഹ്യുണ്ടായി ക്രെറ്റയോ അല്ലെങ്കിൽ കിയ സെൽറ്റോസോ അതായത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വേണമെങ്കിൽ പിന്നെ അത്യാവശ്യം കുറച്ച് സേഫ്റ്റിയും വേണമെങ്കിൽ നിങ്ങൾ ഈ രണ്ട് വണ്ടിയിൽ ഏതെങ്കിലും ഒന്നാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്. രണ്ടും സഹോദരന്മാരാണ്, രണ്ടിനും സെയിം എൻജിൻ, സെയിം പവർ, സെയിം ടോർക്ക്, എല്ലാം സെയിം ആണ്. പിന്നെ ട്രാൻസ്മിഷൻ വരെ സെയിം ആണ്. ലുക്കിൻ്റെ കാര്യത്തിലാണ് രണ്ടും വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പേഴ്സണലൈസ്ഡ് ആണ്. ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ പേഴ്സണലി നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്നുമില്ലെങ്കിൽ ക്രെറ്റ അല്ലെങ്കിൽ സെൽറ്റോസ്. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം എസ്തെറ്റിക്കലായിട്ട് നോക്കുന്ന ആൾക്കാർ സെൽറ്റോസിലേക്ക് പോവുള്ളൂ. പിന്നെ ഹ്യുണ്ടായി ഒരുപാട് കാലം ഉപയോഗിച്ച് പോകുന്ന ആൾക്കാരെ ഈ മോഡൽ ക്രെറ്റയിലേക്ക് അല്ലെങ്കിൽ ക്രെറ്റയിലേക്ക് പോവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസൈനിൻ്റെ കാര്യത്തിൽ അത്രത്തോളം സെൽറ്റോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം അപ്പീലിംഗ് അല്ല ഇപ്പോഴത്തെ പുതിയ ഹ്യുണ്ടായി ക്രെറ്റ എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഫീച്ചേഴ്സ് അതിലായിരിക്കും ഉണ്ടാവുക. കിയ സെൽറ്റോസിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ ഒരു ക്യാമറ വരും, പിന്നെ 360 ഡിഗ്രി ക്യാമറ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ളത് കിയ സെൽറ്റോസിനാണ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കിയ സെൽറ്റോസിലേക്കായിരിക്കും പോകേണ്ടത്. പക്ഷേ ഹ്യുണ്ടായി ക്രെറ്റ ഇതുവരെ ഉപയോഗിച്ച് വന്ന ആൾക്കാർക്ക് ഹ്യുണ്ടായി ക്രെറ്റ ആയിരിക്കും പിടിക്കുക. കാരണം നമ്മൾ അത്രയും കാലം യൂസ് ചെയ്ത് പോകുന്ന വണ്ടിയാണല്ലോ. പിന്നെ ഇത് അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. രണ്ട് വണ്ടിയും ഓൾമോസ്റ്റ് ഡ്രൈവിംഗ് എല്ലാം സെയിം ആണ്. പിന്നെ രണ്ടും കൊറിയൻ കമ്പനിയാണ്, രണ്ടും ഒരേ എഞ്ചിനാണ്, രണ്ടും ഒരേ BSP ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, രണ്ടും ഒരേ ടോർക്കാണ്. ഇന്റീരിയർ ഡിസൈനും എക്സ്റ്റീരിയർ ഡിസൈനും മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. സോ നിങ്ങളുടെ തീരുമാനമാണ് ഇതിൽ ഏത് വണ്ടിയാണ് എടുക്കേണ്ടതെന്ന്. സോ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബേസ് മോഡൽ ഫേസ് ലിഫ്റ്റിന് വരുന്ന പ്രൈസ് റേഞ്ച് 13.5 lakh ആണ് ഓൺ റോഡ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അത് നേരെ പോയി 25 ലക്ഷത്തിൻ്റെ അടുത്താണ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിന് എത്തി നിൽക്കുന്നത്. പക്ഷെ 25 ലക്ഷം വെച്ച് നോക്കുമ്പോൾ രണ്ട് വണ്ടി അത്രത്തോളം വാല്യൂ ഫോർ മണി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് 25 ലക്ഷമൊക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യുണ്ടായി വെന്യൂനെ ഈ വണ്ടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രീ ഫേസിൽ. അതായത് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു മോഡൽ ഹെഡ്ലൈറ്റും ടെയിൽ ലൈറ്റൊക്കെ നോക്കുമ്പോൾ ഹ്യുണ്ടായി വെന്യൂ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ ടെയിൽ ലൈറ്റ് കുറച്ചുകൂടി കൂടുതൽ വെന്യൂവിലേക്ക് എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. വലിയ വണ്ടിയായിരിക്കണം ചെറിയ വണ്ടിയായിരിക്കണം വലിയ വണ്ടീൻ്റെ ലുക്കായിട്ട് വരേണ്ടത്. പക്ഷേ ഈ വണ്ടി ചെറിയ വണ്ടിയുടെ ലുക്കിലേക്ക് പോയി. ബാക്കിൽ ടെയിൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കാരണം ആ ഒരു നീണ്ട ഒരു ലൈറ്റിൻ്റെ ഒരു ഇത് വന്നപ്പോൾ പഴയ മോഡൽ പോലെ തോന്നി, അല്ലെങ്കിൽ പഴയ ചെറിയ വണ്ടീനെ ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയ പോലെ തോന്നി. അതൊക്കെ പറയാനുള്ളൂ. സോ ഇതാണ് നമ്മുടെ പിറ്റ് സ്റ്റോപ്പ് കാർ റിവ്യൂവിൻ്റെ റിവ്യൂ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഇനേബിൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.